ബഹുമാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സമയമേറെ വൈകിയതുകൊണ്ട് നേതാക്കന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തോണി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഓരോ സ്വീകരണ പോയിന്റും ഗംഭീരമാണെങ്കിൽ ഈ മുണ്ടുപാറയിലെത്തിയപ്പോൾ അത് അതിഗംഭീരമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, മെയ് 4-ാം തീയതി കഴുത്തു കൊടുക്കല്ലേ. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ തിരുവമ്പാടിയിൽ നിന്നും കൊടുവള്ളിയിൽ നിന്നും 2 MLA-മാർ, UDF MLA-മാർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സലാംക്ക് എത്ര ഭൂരിപക്ഷം കിട്ടിയ? സലാംക്ക 367. എനിക്ക് എത്രയും തരിക? 500 വാക്കാണ്. അവിടെ 600 ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മോശമാക്കാൻ പാടില്ല. ഇവിടെ 500 തന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സലാംക്ക എന്താണോ ആവശ്യപ്പെടുന്നത് അതിനടിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, ഏപ്രിൽ 9-നാണല്ലോ ഇലക്ഷൻ. ഞാൻ വളരെ കുറഞ്ഞ ദിവസമായിരുന്നു. ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും വീട് കയറുക. അപ്പുറത്ത് കാസിപ്പാർക്ക് വോട്ട് ചോദിക്കാം, ഇപ്പുറത്ത് എനിക്ക് വോട്ട് ചോദിക്കാം. നിങ്ങൾ ആകെ 9-ാം തീയതി വരെ പ്രവർത്തിച്ചാൽ മതി. 9-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത 5 വർഷവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. ഞാനും കാസിക്കയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് മാത്രമാണ് നൽകാനുള്ളത്. വീട് കയറുക. അത് വനിതകൾ, ഒരുപാട് വനിതകളോട് നിൽക്കുന്നുണ്ട്, അവരോട് കൂടിയാണ് പറയുന്നത്. അതിനൊക്കെ വീട് കയറണം. മുതിർന്ന ഒരുപാട് ആൾക്കാരോട് ഉണ്ട്, അവരും വീട് കയറണം. വീട് കയറി വോട്ട് ചോദിക്കും. PK ഫിറോസിന് വോട്ട് ചെയ്യണമെന്ന് പറയാം. കോണി അടയാളത്തെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറയാം. PK ഫിറോസിന് ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. കോണിക്കൊരു വോട്ട് ചോദിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വരില്ല. തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരു 5 കൊല്ലം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് കുറേ ആവശ്യമില്ല. അവർക്ക് നല്ല കളിപ്പന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യങ്ങളില്ല. നമ്മുടെ പഠനത്തിന് മിടുക്കലായി ഒരുപാട് കുട്ടികൾ ഈ ഓമശ്ശേരി പഞ്ചായത്തിലുണ്ട്, ഈ മുണ്ടുപുറയിലുണ്ട്. പക്ഷെ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസം അവർക്ക് തടസ്സമാകുന്നത് പണമില്ലാത്തതിന്റെ പേരിലാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കൊടുവള്ളി മണ്ഡലത്തിലെ ഒരു കുട്ടിക്ക് പഠനത്തിൽ നല്ല മിടുക്കുണ്ട്, പക്ഷേ സാമ്പത്തികമായി സൗകര്യമില്ല.